താൽക്കാലിക വി സി നിയമന കേസിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. വി സിയെ നിയമിച്ച ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമെന്നും നിയമനം റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സ്വാതി ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ വരാൻ പോകുന്ന വിഷയങ്ങൾ? സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരായി ഗവർണർ ശിവപ്രസാദിനെയും സിസ തോമസിനെയും പുനർനിയമിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കേരളം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് സുപ്രീം കോടതിയിൽ. ഒന്ന്, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെയും ഗവർണറും കൂടിയാലോചിച്ച് മാത്രമേ ഇത്തരത്തിൽ വിസികളുടെ താൽക്കാലിക വിസിമാരുടെ നിയമനം സംബന്ധിച്ച തീരുമാനം എടുക്കാവൂ. ഒരു ഏകപക്ഷീയമായ തീരുമാനം ഗവർണർക്ക് എടുക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ പാനലിനെ കൂടെ പരിഗണിച്ചുകൊണ്ടാകണം എന്നുള്ള തീരുമാനം കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി നിർദ്ദേശമായി പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പുനർനിയമനം ഗവർണർ നടത്തിയിട്ടുള്ളത്. ഈ നിയമനത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരളം ചോദ്യം ചെയ്തിട്ടുള്ളത്. വി സിയെ നിയമിച്ചുകൊണ്ടുള്ള ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേരളം സമർപ്പിച്ച അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമനം റദ്ദാക്കണമെന്ന ആവശ്യവും പറയുന്നുണ്ട്. ഈ ഭരണഘടനാ വിരുദ്ധമായി ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് വി സിമാരുടെ നിയമനത്തിൽ അടക്കം ഇടപെടുന്ന ഗവർണർക്കെതിരെ നിലപാട് കൃത്യമായ വിമർശനങ്ങൾ സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഇത്തരത്തിൽ കേരളം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷമി.